നമസ്കാരം, വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. 2026 നടക്കുന്ന SSC കോൺസ്റ്റബിൾ GD എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അതെല്ലാം ദൂരീകരിക്കുന്ന ഒരു വീഡിയോയാണ് ഇത്. നമുക്കറിയാം, SSC നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതുമായ ഒരു എക്സാമാണ് SSCയുടെ GD എക്സാം. ഈ എക്സാമിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരുപാട് പേർക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ 10th ലെവൽ എക്സാമാണിത്. അതായത് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10th ആണ്. അതുപോലെ തന്നെ വളരെ ലളിതമായ സിലബസിൽ SSC നടത്തുന്ന ഒരു പരീക്ഷ കൂടിയാണ് ഇത്. ഇപ്പോൾ വരാൻ പോകുന്ന SSCയുടെ GD എക്സാം നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും, എക്സാം എപ്പോൾ നടക്കും, റിസൾട്ട് എപ്പോൾ ലഭിക്കും, അതേപോലെ എത്രത്തോളം വേക്കൻസികൾ ഉണ്ടാകും, സിലബസ് എങ്ങനെയാണ്, എങ്ങനെ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, അതേപോലെ ആർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാം, ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. അതിനെല്ലാമുള്ള മറുപടി ഈ വീഡിയോയിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയാം, SSCയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമാണ് ഇത് എന്ന്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്. എന്നാൽ ലളിതമായ സിലബസിലാണ് ഈ എക്സാം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർഷത്തോളം സമയം ലഭിക്കുന്നതിനാൽ കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് സുഖമായി നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ജോബ് കൂടിയാണ് ഇത്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ കുറിച്ചാണ്. പിന്നീട് എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ മെഷർമെൻ്റ് ഉണ്ട്, അതെങ്ങനെയാണ്, പിന്നെ ഈ ഒരു ജോലി ലഭിക്കുന്ന ആൾ ഏതെല്ലാം തരത്തിലുള്ള ജോലികൾ ചെയ്യണം, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ പേ സ്കെയിൽ, തുടക്കത്തിൽ നമുക്ക് എത്രത്തോളം സാലറി ലഭിക്കും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമുക്കറിയാം, SSC GD എക്സാം ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ എക്സാമാണ്. ഇതൊരു നാഷണൽ ലെവൽ എക്സാമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എക്സാം നടത്തുന്നത് വിവിധ ഫോഴ്സുകളിലേക്കാണ്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ITBP ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ്, SSB ശാസ്ത്ര സീമാ ബാൽ, NIA നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, SSF സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്, അതേപോലെ റൈഫിൾ മെൻ, അത് ജനറൽ ഡ്യൂട്ടിയാണ്, SM റൈഫിൾസിലാണ്. അപ്പോൾ ഈ ഫോഴ്സുകളിലാണ് നമുക്ക് കോൺസ്റ്റബിൾ നിയമനം ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഏതെങ്കിലും ഒരു ഫോഴ്സിലേക്കല്ല, ഇന്ത്യയുടെ വിവിധ ഫോഴ്സുകളിലേക്കാണ് ഈ കോൺസ്റ്റബിൾ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ തന്നെ നമുക്കറിയാം, നാഷണൽ ലെവൽ എക്സാമാണ്. ഈ ഒരു തസ്തികയിൽ ഒരു ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു ജോബ് കൂടിയാണ് ഇത്. ഇപ്പോൾ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ സംബന്ധിച്ച് SSCയുടെ ഒരു ടൈം ടേബിളിൽ, അവരുടെ ഇയർ ടൈം ടേബിളിൽ നിലവിൽ ലഭ്യമാകുന്ന ഡേറ്റ് എങ്ങനെയാണ്, 2025 ഡിസംബറിലാകും നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 2025 ഡിസംബർ മുതൽ 2026 ജനുവരി വരെ ഒരു മാസത്തോളം അപ്ലൈ ചെയ്യാനുള്ള സമയം ലഭിക്കും. അഡ്മിറ്റ് കാർഡ് 2026 ഫെബ്രുവരിയിൽ റിലീസ് ചെയ്യും. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം 2026 മാർച്ച് നടക്കും. ഈ എക്സാമിനുണ്ട് പ്രത്യേകത, അതിലേക്ക് നമുക്ക് പിന്നീട് പോകാം. റിസൾട്ട് 2026 ഏപ്രിൽ മെയ് മാസത്തിലായിട്ട് ഡിക്ലെയർ ചെയ്യും. പിന്നീട് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അതുപോലെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും 2026 മെയ് ജൂൺ മാസങ്ങളായിട്ട് നടക്കും. ഫൈനൽ റിസൾട്ട് 2026 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളായിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ അവരുടെ ടൈം ടേബിൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ നിൽക്കുന്നത് 2025 ഏപ്രിൽ മാസത്തിലാണ്, അതായത് 4ാം മാസത്തിലാണ്. ഈ ഇയറിൻ്റെ ലാസ്റ്റ്, അതായത് ഏകദേശം 8 മാസങ്ങൾക്ക് ശേഷം നോട്ടിഫിക്കേഷൻ വരും. എക്സാംസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എപ്പോൾ നടക്കും, 2026 മാർച്ചിൽ നടക്കും. ബാക്കിയുള്ള പ്രൊസീജിയർ അതിനുശേഷം നടക്കും. അപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിൽ താഴെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ലഭിക്കുന്ന സമയം. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, 10 അല്ലെങ്കിൽ 11 മാസം എന്ന് പറയും. അപ്പോൾ നമുക്ക് സിലബസും മറ്റു കാര്യങ്ങളൊക്കെ നേരത്തെ നടന്ന എക്സാമിനെ ബേസ് തന്നെ ലഭ്യമാണ്. ആ രീതിയിൽ കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഈ 11 മാസങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഈ എക്സാം സുഖമായിട്ട് നേടിയെടുക്കാൻ സാധിക്കും.
അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ തുടക്കത്തിന് പറഞ്ഞു SSC നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്നതുമായ ഒരു എക്സാമാണ് SSCയുടെ GD എക്സാം എന്ന്. ഇപ്പോൾ കഴിഞ്ഞ 5 തവണ വന്ന നോട്ടിഫിക്കേഷനിൽ വന്ന വേക്കൻസീസ് നമുക്ക് നോക്കാം. 2020-21 60,210 വേക്കൻസികൾ ഉണ്ടായിരുന്നു. 2021-22 25,271. അത് പെട്ടെന്ന് കുറഞ്ഞതല്ല, ആ കോവിഡ് വന്ന സമയത്ത് നടക്കാതിരുന്ന എക്സാമുകൾക്കാണ് ആ സമയത്ത് അധിക വേക്കൻസികൾ വന്നത്. പിന്നീട് 2022-23 വന്നപ്പോൾ വീണ്ടും വേക്കൻസികൾ 50,000-ലധികമായി, 50,187. 2023-24 46,617 വേക്കൻസികൾ. അതേപോലെ 2024-25 39,481 വേക്കൻസികൾ. ഏറ്റവും കോമൺ ആയിട്ട് പറഞ്ഞാൽ 25,000 വേക്കൻസികൾ മിനിമം, ചില തവണ അത് 50,000-ലധികം വേക്കൻസികൾ. അതായത് 1,00,000 പേർക്ക് വരെ നാഷണൽ ലെവലിൽ നിയമനം ലഭിക്കുന്ന ഒരു പരീക്ഷയാണ് ഇത്. അപ്പോൾ കൃത്യമായി ചിട്ടയോടെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജോലി ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു നോട്ടിഫിക്കേഷനിലും എക്സാമിലും ഉണ്ട്. ഇനി നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ തസ്തിക നോക്കുമ്പോൾ പ്രധാനമായിട്ട് എൻ്റെ സാലറിയാണ്. അപ്പോൾ ലെവൽ 3 ആണ് ഇതിൻ്റെ പേ ലെവൽ എന്ന് പറയുന്നത്. ബേസിക് സാലറി 21,700 മുതൽ 69,100 വരെയാണ്. 7ാം ശമ്പള കമ്മീഷൻ പ്രകാരമാണ്. ഇത് കൂടാതെ മറ്റ് അലവൻസുകൾ HSA, DA, TA ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഫോഴ്സുകളായിട്ട് നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടീസും വരും. അങ്ങനെ നോക്കിയാൽ ഏറ്റവും മിനിമം തുടക്കക്കാർക്ക് പോലും 45,000 എബോവ്, 45,000 രൂപയിൽ കൂടുതലാണ് തുടക്കത്തിൽ പോലും നമുക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊരു ചെറിയ ജോബ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. ബേസിക് ക്വാളിഫിക്കേഷൻ 10th ആണ് എന്ന് പറഞ്ഞെങ്കിലും നാഷണൽ ലെവലിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ജോബുകളിൽ ഒന്നാണിത്. അതേപോലെ സാലറി സ്കെയിലുമുള്ള ഒരു ജോബാണ് ഇത്. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് നോക്കിയാൽ ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. 10th പാസ്സാണ് ഇതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 23 ആണ്. ഇതിൽ റിലാക്സേഷൻസ് ഉണ്ട്. SC/ST വിഭാഗങ്ങൾക്ക് 5 വർഷവും, OBCക്ക് 3 വർഷവും, അതേപോലെ എക്സ് സർവീസ് മെന്ന് 3 years ആഫ്റ്റർ ഡയറക്ഷൻ ഓഫ് സർവീസ്, അവരുടെ ഏജിൽ നിന്നും അവരുടെ സർവീസ് കാലാവധി കുറച്ച് പിന്നെ ആ 3 വർഷത്തെ ഒരു റിലാക്സേഷൻ കൂടി അവർക്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്ന ഒരു തസ്തിക കൂടിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാധാരണ പല SSC എക്സാമുകളും നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ മറ്റു നാഷണൽ ലെവൽ പരീക്ഷകൾ കാണുമ്പോൾ ലെവൽ 1, ലെവൽ 2 ഇങ്ങനെ എക്സാമുകൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ തുടക്കത്തിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴോ മറ്റു കാര്യങ്ങൾ പറഞ്ഞപ്പോഴോ അങ്ങനെ ഒരു കേസ് പറഞ്ഞോ ഇല്ല. സാധാരണഗതിയിൽ ഇതുവരെ നടന്ന പരീക്ഷകളിൽ ഒറ്റ സ്റ്റേജ് എക്സാമായിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഒരു വർഷം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് കൃത്യമായ സിലബസിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പരീക്ഷ ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കലും മറ്റു കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. പിന്നീട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതിന് ചില ക്രൈറ്റീരിയകളുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ട്. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ, നോർമൽ ഒരു എക്സാമിനുള്ള പ്രൊസീജിയറൊക്കെ ഉണ്ട്. ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ആ എക്സാമിൽ മാർക്കിലൊക്കെ നമുക്ക് മറ്റ് എക്സാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫേവർ ആവുന്ന കുറച്ച് ഫാക്ട്സ് ഒക്കെ ഉണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഓൺലൈനായിട്ടാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് MCQ ആണ്. ഇതിൻ്റെ പ്രത്യേകത 80 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതം 160 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ടോട്ടൽ 160ലാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ഇത് വരുന്ന സബ്ജക്റ്റ് നോർമലി നമ്മൾ SSC എക്സാം ഇടുമ്പോൾ വരാറുള്ള റീസണിങ്, GK, മാത്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി എന്ന് പറയുന്നതാണ്. ഇനി 80 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 60 minutes, ദാറ്റ് ഈസ് 1 hour ആണ് എക്സാം ടൈം. ഇനി വേറെയും നമുക്കൊരു ഫേവർ ഉണ്ട്. ഇവിടെ എക്സാമിന് നെഗറ്റീവ് മാർക്ക്, അതായത് ഒരു ഉത്തരം തെറ്റിയാൽ നമുക്ക് നഷ്ടമാകുന്നത് 0.25 മാർക്സ് മാത്രമാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലായല്ലോ. നമ്മൾ ഒരെണ്ണം ശരിയാക്കുമ്പോൾ നമുക്ക് 2 മാർക്ക് ലഭിക്കുന്നു. ഒരെണ്ണം തെറ്റുമ്പോൾ നമുക്ക് 0.25 ആണ് നെഗറ്റീവ്. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു, ഒരെണ്ണം ശരിയായി, ഒരെണ്ണം തെറ്റായി. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ്? 1.75 മാർക്സ് കിട്ടും. സാധാരണ നമുക്കറിയാം 1/3 അല്ലെങ്കിൽ 1/4 എന്ന രീതിയിലാണ് പലപ്പോഴും എക്സാമിന് മാർക്ക് നെഗറ്റീവ് വരാറുള്ളത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഫേവർ കൂടി നമുക്കുണ്ട്. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓഫ്ലൈനായിട്ടാണ്. അതിൽ മെയിൽ കാറ്റഗറിയിൽ പറയുന്നത് 5 കിലോമീറ്റർ ദൂരം നമ്മൾ 24 മിനിറ്റ് കൊണ്ട് കവർ ചെയ്യണം. ഫീമെയിലാണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ്സിൽ കവർ ചെയ്യണം. പിന്നെ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ 1.6 കിലോമീറ്റർ 6.5 മിനിറ്റ്സിൽ കവർ ചെയ്യണം. അത് മെയിലിൻ്റെ കേസിലാണ് പറയുന്നത്.
പിന്നെ ചില ഏരിയകളെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിലൊക്കെ റിലാക്സേഷൻ വരാറുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിക്ലറേഷനൊക്കെ വരുന്ന സമയത്ത് അവർ കൃത്യമായി മെൻഷൻ ചെയ്യും. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് നമുക്ക് ഹൈറ്റ് ചെസ്റ്റ് ഫോർ മെയിൽസ്. നോർമൽ കേസിലാണെങ്കിൽ നമുക്കറിയാം 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആണ് മെയിൽസിന് പറയുന്നത്. ഫീമെയിൽ കാറ്റഗറി ആണെങ്കിൽ 157. പിന്നെ അതിലും റിലാക്സേഷൻ വരാറുണ്ട്. പിന്നെ ചെസ്റ്റിന്റെ കേസിലാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റിന് 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷൻ, അതിലും ചില കാറ്റഗറികൾക്ക് എക്സെപ്ഷൻ വരാറുണ്ട്. നോർമൽ കേസിൽ ഇതിന്റെ ഹൈറ്റും ചെസ്റ്റുമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ഫോർ ST കാറ്റഗറി, അതുപോലെ ഹിൽ ഏരിയ കാൻഡിഡേറ്റ്സ്, കുറേ ഏരിയകൾ അവർ പറയും. അവിടെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ചില കാറ്റഗറികളിൽ റിലാക്സേഷൻ ലഭിക്കാറുണ്ട്. അതിനുശേഷം നോർമൽ കേസിൽ വരുന്ന പോലെ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഐസൈറ്റ്, ജനറൽ ഹെൽത്ത്, ഫിസിക്കൽ കണ്ടീഷൻസ് ഇതൊക്കെ ചെക്ക് ചെയ്യും. അതേപോലെ ഈ നമുക്കറിയാം ഇതുപോലുള്ള ടെസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കാലുകൾ കൂട്ടിമുട്ടാൻ പാടില്ല, അതുപോലെ പരന്ന പാദങ്ങൾ പാടില്ല, അങ്ങനെ ചില മെഡിക്കൽ ടെസ്റ്റുകളുണ്ട്. അതൊക്കെ നോർമലി എല്ലാവർക്കും പാസ്സായി പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, ഈ എക്സാമിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് സിലബസ് നമുക്ക് ഏകദേശം അറിയാം. SSC പരീക്ഷകൾക്ക് വരാറുള്ള സിലബസ് തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇതൊരു 10th ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ 10th ലെവൽ വരെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്താണ് കൂടുതലും പ്രത്യേകിച്ച് മാത്സ് പോലുള്ള ഭാഗത്ത് നിന്ന് ഇംഗ്ലീഷ് പോലുള്ള ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അത് കൃത്യമായി പ്രിപ്പയർ ചെയ്ത് പാസ്സായി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ പതുക്കെ ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സുഖമായി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ജോബാണ് ഇത്. ഇനി എക്സാം പാറ്റേൺ സംബന്ധിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ഇൻ്റലിജൻസ് റീസണിങ് 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോട്ടൽ 40 മാർക്ക്. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഓരോ ക്വസ്റ്റ്യൻ 2 മാർക്ക് വീതം ലഭിക്കുമെന്ന്. പിന്നെ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് അവിടെയും 20 ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ നമുക്ക് 40 മാർക്സ് ആണ് വരിക. പിന്നെ എലിമെൻ്ററി മാത്തമാറ്റിക്സ് ഞാൻ പറഞ്ഞിട്ട് 10th ലെവൽ വരെയുള്ള സ്കൂൾ ടെക്സ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ്, നാഷണൽ ലെവൽ സ്കൂൾ ടെക്സ്റ്റുകളെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരാറുള്ളത്. ഈസി ആയിട്ട് തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ 20 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ടോട്ടൽ 40 മാർക്ക്. പിന്നെ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി 20 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ 40 മാർക്ക്. അങ്ങനെ 80 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ടോട്ടൽ 160 ആണ് മാർക്സ്. എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. അത് 0.25 വെച്ചിട്ടാണ് ഓരോ തെറ്റുത്തരങ്ങൾക്കും നഷ്ടമാകുന്നത്. അപ്പോഴും നമുക്കറിയാം വലിയ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ, ടെൻഷൻസ് ഇല്ലാതെ കൃത്യമായി നമുക്ക് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ വലിയ നെഗറ്റീവ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു എക്സാമാണ് ഇത്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ SSC GD എക്സാം നമ്മൾ പാസ്സായാൽ നമുക്ക് ഏതൊക്കെ ഫോഴ്സുകളിൽ ജോലി കിട്ടുമെന്ന്. ഈ ഫോഴ്സിൻ്റെ ഭാഗമായി എന്തെല്ലാം ഡ്യൂട്ടീസ് നമ്മൾ ചെയ്യേണ്ടി വരും എന്ന് നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം മെയിൻറ്റെയിനിങ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. പിന്നെ ആഭ്യന്തര സുരക്ഷ, പിന്നെ ഡിഫൻസ് ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും യുദ്ധങ്ങളോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഓപ്പറേഷൻസിനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ പാരാമിലിറ്ററി ഫോഴ്സസ്, BSF, CRPF, CISF, ITBP, SSB, AR ഇതെല്ലാം നമുക്ക് കാലാകാലങ്ങളിൽ അസൈൻ ചെയ്യുന്ന വേരിയസ് ഡ്യൂട്ടീസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ മെയിനായിട്ട് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മെയിൻ്റെനൻസ്, ബോർഡർ സെക്യൂരിറ്റി, അതേപോലെ കൗണ്ടർ ടെററിസം ആൻഡ് ആൻറ്റി നക്സൽ ഓപ്പറേഷൻ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടും നക്സൽ ഓപ്പറേഷൻസിന് എതിരായിട്ടും ഉള്ള ഡ്യൂട്ടീസ് ഉണ്ടാവും. അതുപോലെ VIP സെക്യൂരിറ്റീസ് വരും. ഡിസാസ്റ്റർ റെസ്പോൺസ്, റെസ്ക്യൂ, എന്തെങ്കിലും ദുരന്തങ്ങളോ അതുപോലെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ പങ്കെടുത്താനായിട്ട് വരും. അതേപോലെ എസ്കോർട്ട് ഡ്യൂട്ടീസ് വരും VIP, VVIP കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി. പിന്നെ ട്രെയിനിങ് ആൻഡ് പരേഡ് ഡ്യൂട്ടീസ്, നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ഒക്കെ വരുമ്പോഴും മറ്റ് കരസേനാ ദിനം അങ്ങനെയുള്ള ദിനങ്ങളൊക്കെ വരുന്ന സമയത്ത് പരേഡുകളും അതേപോലെ തന്നെ ട്രെയിനിങ്ങുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം ഈ ഡ്യൂട്ടീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് മിലിറ്ററി അല്ലെങ്കിൽ പാരാമിലിറ്ററി ഫോഴ്സസിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന ഡിഗ്നിറ്റി ഉള്ള ഒരു ജോബാണ് ഇതെന്ന് ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്താണ് ഈ എക്സാമിൻ്റെ ക്രൈറ്റീരിയ, ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, മുൻപ് നടന്നപ്പോൾ എത്രത്തോളം വേക്കൻസികൾ ഉണ്ടായിരുന്നു, എന്തെല്ലാമാണ് സിലബസിൽ വരുന്നത്, എങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻ, അപ്പോൾ 1 വർഷത്തിനുള്ളിൽ നമുക്ക് എക്സാം നടത്തും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അത് ഇടണം. നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തി ജോലി ഉറപ്പിക്കാൻ വേണ്ടി ഏണസ്റ്റ് അക്കാഡമി കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് വേക്കൻസികളുള്ള ഒരു എക്സാമാണിത്. കൃത്യമായി പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായി നമുക്ക് ജോലി ലഭിക്കും. അതിന് നമുക്ക് നല്ലൊരു ഗൈഡ് ലൈൻ ആവശ്യമാണ്. മുൻപ് ഒരുപാട് ഉദ്യോഗാർത്ഥികളെ ഈ തസ്തികയിൽ എത്തിച്ച എക്സ്പീരിയൻസുമായി ഏണസ്റ്റ് അക്കാഡമി ഇതിലേക്കുള്ള കോഴ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്.
ഈ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതേപോലെ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ ഈ എക്സാമുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ അത് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായി പഠിക്കുക, സമയം കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുക, അതേപോലെ സിലബസ് അറിഞ്ഞ് പഠിക്കുക. ഈ ഒരു എക്സാം വരുന്നത് നമുക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുക. നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ ഏണസ്റ്റ് അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു.